പൂർത്തിയാക്കാൻ സാധിച്ചു. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ വളരെ ചുരുങ്ങിയ പേര് നമ്മളിന്ന് ദ്വാരന്നിട്ട് പിരിയണം എന്ന ഉദ്ദേശത്തിലായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണവും കാര്യമല്ല. അൽഹംദുലില്ലാഹ് ധാരാളം മുഅ്മിനുകൾ, ധാരാളം മുഅ്മിനാത്തുകൾ ഈ സദസ്സിൽ ഹാദിറായി എന്ന് മാത്രമല്ല, ലൈവായി ധാരാളം ആളുകൾ ഈ സിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യന് വേണ്ടത് സമാധാനവും സ്വസ്ഥതയും. എവിടെയാണ് സമാധാനം, എവിടെയാണ് സമാധാനം, എവിടെയാണ് സ്വസ്ഥത എന്ന് പറഞ്ഞിങ്ങനെ ഓടി നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങളെല്ലാം. അർഹമുർ-റഹീമായ റബ്ബ് അല്ലാഹു തആല നമുക്കൊക്കെ സമാധാനവും റാഹത്തും സന്തോഷവും അല്ലാഹു നൽകട്ടെ. ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ മിന്നിമറയുന്ന ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തൊരവസ്ഥയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലോകം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞ സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ അശ്റാത്തു സഅ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ കാലഘട്ടമാണ് ഇപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ പരിരക്ഷിക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. കാണുന്നതും കേൾക്കുന്നതും നോക്കുന്നതും ഒക്കെ അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ്. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ മുത്തഖിയായി ജീവിക്കാൻ വലിയ പ്രയാസം. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാൻ കഴിഞ്ഞുപോയി. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ടും ഞാനും നീയും റമദാനിന്റെ മുമ്പുണ്ടായ വൈകേട് തരത്തിലാണെങ്കിൽ എന്റെയും നിന്റെയും നോമ്പ് അല്ലാഹു സ്വീകരിച്ചിനോ എന്ന് മനസ്സിലാക്കണം. കള്ളു കുടിക്കുന്നവൻ, കക്കുന്നവൻ, കളവ് പറയുന്നവൻ, ഗീബത്ത് പറയുന്നവൻ, വ്യഭിചരിക്കുന്നവൻ നോമ്പിന് മുമ്പ് അത് ചെയ്തു, നോമ്പിന്റെ ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരളവ് പോലാണ് മുഹമ്മദ് മുസ്തഫ. നിന്റെ ജീവിതത്തിൽ നീ മാറ്റം വന്നു എങ്കിൽ, നിന്റെ നോമ്പ് സ്വീകരിച്ചു എങ്കിൽ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നിന്റെ കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ പുറത്ത് നിഷ്കളങ്കനായ മുഅ്മിനായ മുത്തഖിയായ ഒരാളാണ് എങ്കിൽ നിന്റെ ഖൽബിന്റെ ചേഞ്ചിങ് നിനക്ക് മനസ്സിലാവും. നോമ്പിന് മുമ്പ് ഭാര്യയും ഭർത്താവും വല്ലാത്ത പ്രശ്നത്തിലാണ്. നോമ്പ് കയ്യലോടുകൂടി പെരുന്നാക്ക് രണ്ടാളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ഖ് കൊടുത്ത് അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം, നമുക്കൊക്കെ നിർത്താം, നോമ്പ് ആയല്ലോ, നോമ്പ് കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ നല്ല നിലക്ക് ജീവിക്കാം, മുമ്പത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ മിഞ്ഞാന്ന് ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് നന്നായിട്ടുണ്ട്, എന്താ ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ ഒരു 4 വട്ടവും ചീത്ത വിളിക്കും. ഇപ്പൊ നോമ്പായതിന്റെ ശേഷവും തങ്ങളെ ഉപദേശം കേട്ടതിന്റെ ശേഷവും എൻ്റെ അടുക്കലേക്ക് വരുന്നൊരു കുട്ടികളാണ്. ഞാൻ പറഞ്ഞ നാവ് സൂക്ഷിക്കണം. ഈ നാവ് എന്തിനു പടച്ചു എന്ന് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കും. ഒരാൾ ചിത്ത പറയുമ്പോൾ, ഒരാൾ ഗീബത്ത് പറയുമ്പോ, ഒരാൾ പരദൂഷണം പറയുമ്പോ, എടാ നിന്റെ ഈ നാവ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുമ്പോൾ ഞാൻ കള്ളു പറഞ്ഞു, ഞാൻ ചീത്ത പറഞ്ഞു, ഞാൻ ഗീബത്ത് പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞാലോ അതിന്റെ ശിക്ഷ ഉറപ്പാണ്.
എത്ര കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പടച്ചു. നോക്ക്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൺമുമ്പിൽ നമ്മളെക്കാൾ വിഷമിക്കുന്ന ആളുകൾ ലോകത്ത് എത്രയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്നെ കാണുന്നു, നിങ്ങളെ ഞാനും കാണുന്നു. അള്ളാഹു 2 കണ്ണ് തന്നു, എനിക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നു, അത് ശ്രവിക്കാനുള്ള കാത് നിങ്ങൾക്ക് തന്നു, അത് മനസ്സിലാക്കാനുള്ള ഹൃദയവും ബുദ്ധിയും അള്ളാഹു തന്നു. എത്ര ആളുകൾക്ക് പറഞ്ഞാൽ കേൾക്കുന്നില്ല, ചെകിടന്മാര്. എത്ര ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല, പൊട്ടന്മാര്. എത്ര ആളുകൾക്ക് ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹമാണ് മക്കളെ ചെയ്തത്. ഇനിയെങ്കിലും നിസ്കരിക്കാത്ത ആളുകൾ, മോശമായ ജീവിതം കഴിക്കുന്ന ആളുകൾ നന്നാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനും നീ ചിന്തിക്കേണ്ടത്, നാം ഒരു മാറ്റവും വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പോക്കാണ്. ഇന്നത്തെ മരണം നിങ്ങൾക്കറിയില്ലേ അല്ലേ? നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് കണ്ടു നാളെയില്ല, നാളെ കണ്ടവൾ മറ്റന്നാളില്ല, ഈ അവസ്ഥയിലാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. ഈ ശവ്വാൽ മാസത്തിന്റെ ഇതുപോലെയുള്ള ഒരുപാട് ശവ്വാലുകൾ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, മജ്ലിസിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആളുകളൊക്കെ വരുന്നത്. ആ പള്ളിയും പള്ളിയുടെ പണിയും ഇതൊക്കെ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഈ വർഷം നോമ്പ് തുറക്ക പലരും ആളുകൾ സംസാരിച്ചു, ഞങ്ങൾക്ക് നേരം വെളുക്കുന്നത് വരേക്കും എത്തിക്കാഫിരിക്ക എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പള്ളി കുടിയായില്ലല്ലോ എന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ നമുക്ക് കിട്ടും. നമുക്കൊക്കെ അത് നന്നായി അതിനെ ഉപകരിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹു ആക്കി തീർക്കുമാരാകട്ടെ. പിന്നെ എജു പാർക്ക് അൽഹംദുലില്ലാഹ്, അവർ ജലാൽ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള എല്ലാത്തര വിദ്യാഭ്യാസങ്ങളും ഇവിടെ നൽകുന്നു. ഓഫീസുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ. അതിന് പുറമെ SSLC കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ, കുറേ കുട്ടികൾ എടുത്തു കഴിഞ്ഞു കേട്ടാ, SSLC കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാണെങ്കിൽ എഞ്ചിനീയർ ആകട്ടെ, മറ്റ് മേഖലയിൽ പോകുന്ന അങ്ങനെ പോട്ടെ, അതോടുകൂടെ തന്നെ മതവിദ്യാഭ്യാസവും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം മജ്ലിസ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും അവിടെയൊക്കെയായി അത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. ഇൻഷാ അല്ലാഹ് നന്നായി ദുആ ചെയ്യണം. ഇന്നും ഇപ്പോൾ 2-3 കേസുകൾ, വലിയ കേസ്. ഒന്ന് നമ്മുടെ മുതുങ്കാർ മദനി, അല്ലാഹ് നമ്മുടെ ഒരു സഹോദരനാണ്, അദ്ദേഹം വളരെ അത്യാഹിത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു തആല ആജില ആശിഫ നൽകട്ടെ. അതുപോലെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടപ്പെട്ട, ജീവിതത്തിന്റെ കയ്പ് നീരുകൾ മാത്രം കുടിച്ച നമ്മുടെ അബ്ദുൽ നാസർ മഅദനി, അദ്ദേഹവും വളരെ വിഷമത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്ര ആളുകളാണ് നമ്മൾക്കറിയപ്പെടാതെ പോകുന്ന എത്ര രോഗികൾ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന, ഞാൻ നോമ്പ് തുറക്കുന്ന പരിപാടിക്ക് പ്രത്യേകമായി ദ്വാരുന്ന ഒരാളുണ്ട്. അയാളെ പണി എന്താണെന്നറിയോ? അയാളെ പണി, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. തങ്ങള് ഈ കമ്പൗണ്ടിലേക്ക് ഇങ്ങനെ കടന്നു എന്ന് കണ്ടാൽ, എൻ്റെ കാറ്, എൻ്റെ ചോപ്പ് കണ്ടാൽ, ചോപ്പ് കാറായതുകൊണ്ടാ, ചോപ്പ് കണ്ടാൽ വേഗം ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചായയും കാപ്പിയും ഒക്കെ കൊടുത്തയക്കും. ഞാൻ പറയണ്ട, ഇന്നും കൊടുത്തയച്ചു. അവര് മിഞ്ഞാന്ന് ആക്സിഡന്റ് ആയി പോയിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉപ്പാക്കും ആ ഉപ്പാന്റെ പേരക്കുട്ടിക്കും ആജിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. ആ ആക്സിഡന്റ് ആയ സമയത്തും ആ വെപ്രാളത്തിൽ പോലും വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, തങ്ങൾ ഉസ്താദ് എൻ്റെ വാപ്പക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറയുന്ന പൊന്നുമക്കൾ, അല്ലാഹുവേ ആ മക്കൾക്ക് നല്ല മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നല്ല കഫാത്തുള്ള ഭർത്താക്കന്മാരെ നീ കൊടുക്കണം അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട വഴി തെരഞ്ഞെടുക്കാൻ ആൺമക്കൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച, നെഞ്ചോട് ചേർത്ത് വെച്ചവർക്ക് അല്ലാഹുവേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗീയ ലോകത്തൊരിടം നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നീ നൽകണേ അല്ലാഹ്.
അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരെ പേരോ പ്രശ്നങ്ങളോ പറയാതെ ഇൻഷാ അല്ലാഹ് റബ്ബിനെല്ലാം അറിയാം. ഈ മജ്ലിസ് ശിഫ എന്ന അത്ഭുതകരമായ ഈ മജ്ലിസ് ഇന്നും പുതിയ കുറേ പേഷ്യന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുമില്ല അസുഖം, പക്ഷേ ഒന്നുമില്ല. അസുഖം എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അതിനൊക്കെ പരിഹാരം എന്തെന്നറിയോ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു ഞൊടിയുടെ സമയം കൊണ്ട് ഷാഫിയായ കാഫിയായ സലാമായ ഹയ്യായ റബ്ബ് ഇൻഷാ അല്ലാഹ് ഈ പാവിയായി ഞാൻ ദ്വാരക്കുമ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. നന്നായി നിങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലിരുത്തി നിങ്ങൾ ആമീൻ പറയും. നമ്മളെ ജമാൽ സഖാഫിന്റെ ഉമ്മ ഇപ്രായത്തല്ലേ? പിന്നെ ഒക്കെ റാഹത്ത് ഇൻഷാ അല്ലാഹ് നല്ലോണം ദ്വാരുന്ന ഒരു ഉമ്മയാണ്. എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആളുകളാണല്ലോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞവര്. എല്ലാവരും പേരും പറയാൻ അള്ളാഹുവിനെ എല്ലാം അറിയാം. എൻ്റെ കൽബിലുള്ളത് മുഴുവൻ റബ്ബിനറിയാം. ആ റബ്ബിലേക്ക് അർപ്പിച്ചു. അള്ളാഹു എല്ലാവരുടെ രോഗം അല്ലാഹു ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم على رسولك سيدنا وحبيبنا وشفيعنا ومنجدنا ومرشدنا مصطفى محمد صلى الله عليه وسلم. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحمين يا الله, ഷാഫിയായ കാഫിയായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല റബ്ബേ. നിന്നോട് എങ്ങനെയാണ് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല റഹ്മാനെ. അറിയുന്ന വിധത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹുവേ. ഈ സദസ്സിൽ വന്ന മുഴുവൻ രോഗികൾക്കും, അല്ലാഹുവേ ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ രോഗികളും, ലൈവായി പങ്കെടുത്ത രോഗികളും, അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ പങ്കെടുത്തവരുടെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കള്, അശ്രിതര്, കാക്കമാര്, സഹോദരന്മാര്, മജ്ലിസിലേക്ക് സഹായിച്ചവർ, അല്ലാഹുവേ എല്ലാവരുടെ രോഗവും നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല റഹ്മാനെ. അല്ലാഹുവേ ദിനേന എത്ര ആളുകളാണ് റബ്ബേ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ആ വരുന്ന ആളുകൾക്കൊക്കെ വിവിധങ്ങളായ രോഗമുണ്ട് റബ്ബേ, പ്രയാസങ്ങളുണ്ട് റബ്ബേ, മാനസിക പ്രയാസങ്ങളുണ്ട് റബ്ബേ, ബിസിനസ് പ്രയാസങ്ങളുണ്ട് റബ്ബേ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ എന്താണ് പ്രശ്നം, എന്താണ് പരിഹാരം, എല്ലാം അറിയുന്നവൻ നീ തന്നെയാണ് റബ്ബേ. എൻ്റെ അടുക്കലേക്കും ജലാൽത്തങ്ങളുടെ അടുക്കലും ധാരാളം ആളുകൾ വരുന്നുണ്ട് റഹ്മാനെ. തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ നീ പാവികളായ ഞങ്ങളെടുക്കലൊന്നുമില്ല അല്ലാഹുവേ നിന്റെ ശിഫാ, നിന്റെ ഷാഫി എന്ന സിഫത്തിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ സലാം എന്ന സിഫത്തിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ ഹയ്യ് എന്ന സിഫത്തിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ ഖയ്യൂം എന്ന സിഫത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിശേഷം എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഐനുകളും നീ കരിച്ചു കളയണേ അല്ലാഹ്. എല്ലാ ഖൽബിയായ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. ഏത് മാരകമായ രോഗത്തിനെയും അല്ലാഹുവേ നിന്റെ ഒരൊറ്റ നിമിഷം കൊണ്ട് സുഖമാക്കാൻ നിനക്ക് കഴിയും റഹ്മാനെ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മജ്ലിസിനെ സ്നേഹിച്ച, നെഞ്ചോട് ചേർത്ത് വെച്ച, സഹായിച്ചുകൊണ്ടിരിക്കുന്ന മജ്ലിസിന്റെ ഖാദിമീങ്ങളായ ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. പേരെടുത്ത് പറയുന്നില്ല, നിനക്കറിയാം റബ്ബേ. എത്ര രോഗമായി ഇവിടെ വന്ന് അത് സുഖമായി പോയിട്ടുണ്ട് റബ്ബേ. ഒന്നുമല്ലാതെ വലിയ രോഗികളായി ഇവിടെ വന്നു, ഒന്നുമില്ലാതെ രോഗമില്ലാതെ ശിഫ നൽകി അവിടെ പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്, 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 ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒന്നുപോലും നീ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ,
ഹായിബാക്കി മടക്കല്ല റബ്ബേ. ഞങ്ങൾക്കും വല്ലാത്ത രോഗങ്ങളും അല്ലാഹുവേ സുഗർ സംബന്ധമായ വലിയ രോഗങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആഫിയത്ത് വേണം റബ്ബേ. ഞങ്ങൾക്കൊക്കെ നല്ല ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ വർഷം ഹജ്ജ്, ആ ഹജ്ജിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾ ഉത്തരവാദപ്പെട്ടവരാണ് റബ്ബേ. അതിനുള്ള എല്ലാ ബാബുകളും നീ തുറന്നു തരണേ അല്ലാ. എല്ലാവിധ തൗഫീക്കുകളും നീ നൽകണേ അല്ലാ. ഹജ്ജിനെ ആഗ്രഹിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അവിടെ എത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അതിന്റെ എല്ലാ സബീലുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായും ശാരീരികമായും ആരോഗ്യപരമായും വഴിയാലും അല്ലാഹുവേ നീ കഴിവ് നൽകണേ അല്ലാ, കഴിവ് നൽകണേ അല്ലാ. എത്ര എത്ര ആഗ്രഹിച്ച ആളുകൾ ഞങ്ങളെ കയ്യാൽ ഹജ്ജിന് പോയിട്ടുണ്ട് റബ്ബേ. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണല്ലാ. ഇനിയും അതിനുള്ള ചാൻസുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമർ റഹീമായ അല്ലാ, ഇവിടെ നടക്കുന്ന ഈ ജോലികളും പണികളും പദ്ധതികളും അല്ലാഹുവേ നീ എളുപ്പമാക്കി തരണേ അല്ലാ. അതിനുവേണ്ടി പൈസ അതിനുവേണ്ടി പണം ചെലവ് തരുന്ന, അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധ സാമ്പത്തിക സഹായവും നൽകുന്ന ഞങ്ങളെ തുമ്പ മൊയ്തീൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. എന്നും അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായ ഒരു പള്ളിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ അല്ലാ, എല്ലാവിധ ആരോഗ്യവും നീ നൽകണേ അല്ലാ, ബറക്കാത്തുകൾ നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ ഈ ദിക്റിന്റെ മജ്ലിസ് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. ഒരു ദിവസവും വടമുറിയാതെ വരുന്ന ഞങ്ങളെ മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളുണ്ട് റബ്ബേ. ഒരൊറ്റ മാസവും വടമുറിയാതെ വരുന്ന ആളുകളുണ്ട് റബ്ബേ. സിയാറത്ത് ടൂറോ മറ്റോ ഉണ്ടെങ്കിൽ ഈ റാത്തീബിന്റെ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് എല്ലാ റാത്തീബിലും വലിയ സമാധാനത്തിന് വേണ്ടി വരുന്നവരുണ്ട് റഹ്മാനെ. റബ്ബേ അവരെ നീ വെറുതെ വിടല്ല അല്ലാ, എല്ലായ്പ്പോഴും നീ അവരെ കാക്കണമല്ല. അവരെ കുടുംബത്തിൽ വലിയ ഐശ്വര്യവും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങൾക്കും വലിയ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. ഗൾഫിലുള്ള ഞങ്ങളെ സഹായികൾ, ഞങ്ങളോട് അടുപ്പമുള്ള ആളുകൾ അല്ലാഹുവേ അവർക്ക് വലിയ അനുഗ്രഹം നീ നൽകണേ അല്ലാ. ധാരാളം ഗൾഫിലുള്ള ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അവരുടെ ദുആ എന്താണോ അവരുദ്ദേശിച്ചതൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ റബ്ബേ, എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. ബിസിനസ് പൊട്ടിപ്പാളീസായി ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിവിടെ വന്നവരുണ്ട് റബ്ബേ. അവർക്ക് നല്ല വഴികൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞു 10-15 വർഷമായി ഒരു കുഞ്ഞിക്കാലിന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് നല്ല സന്താനം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു കുട്ടി മാത്രമായി പിന്നൊരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ. അതുപോലെ കുട്ടികൾ ഇവിടെ വന്ന് ദുആ ചെയ്ത് കുട്ടികളായ ധാരാളം ദമ്പതികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാവർക്കും വലിയ റഹ്മത്ത് നൽകണേ അല്ലാ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ നൽകണം റബ്ബേ. കുട്ടികളുള്ളവർക്ക് ആ കുട്ടിയെ നല്ല സ്വലാഹിയത്തുള്ള കുട്ടിയാക്കി മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിന്റെ പ്രവർത്തനം നീ റാഹത്താക്കണേ അല്ലാ. എല്ലാവിധ ശർറുകളും നീ തട്ടിക്കളയണേ അല്ലാ. ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മുഫ്തിരീങ്ങളുടെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ശർറുകളെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. എല്ലാവിധ ഖൈറുകളും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, കൊടുക്കണം റഹ്മാനെ, കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ നാട് നീ അനുഗ്രഹിക്കണേ അല്ലാ. വലിയ ബറക്കത്തിന്റെ നാടാക്കി മാറ്റണം റബ്ബേ. നിന്റെ ഇൽമിന്റെ വലിയൊരു കേദാരമാക്കി മാറ്റണം റബ്ബേ. അല്ലാഹുവേ, 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 ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അടുത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷൻ അല്ലാഹുവേ, നീ വലിയ അഹ്കമുൽ ഹക്കീമാണ്, നീ വലിയ തന്ത്രജ്ഞാനിയാണ് റബ്ബേ.
ഇവിടെ ഈ നാട്ടിൽ ഏകോദര സഹോദരന്മാരായി കഴിയുന്ന എല്ലാ നാനാ വിഭാഗത്തിലുള്ള ആളുകൾക്കും നല്ല സൗഹാർദ്ദവും സ്നേഹവും മസ്ലഹത്തും ഇട്ടുകൊടുക്കുന്ന ഒരു ഭരണത്തെ നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഇസ്സത്ത് നീ കാത്തു സൂക്ഷിക്കുന്ന ഭരണം നൽകണേ അല്ലാ. ശരീഅത്ത് സംരക്ഷിക്കുന്ന ഭരണം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ദീനിന്റെ ഇസ്സത്തും നീ പരിപോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും വലിയ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളുകൾക്ക് നീ വലിയ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين بفضلي. മുസാഫഹത്ത് ചെയ്തവർ വേമ്പ